ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസ്ബുക്ക് പോളിസി വയലേഷൻസ് ഇൻ ഹെൽത്ത് സെക്ടർ അഥവാ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ പരസ്യം ചെയ്യുന്ന സമയത്ത് വരുന്ന പോളിസി വയലേഷൻസ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സർവീസോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിക് ആയിട്ടുള്ള പോളിസി വയലേഷൻസിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ റീസെൻ്റ്ലി ഒത്തിരി ഈ ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് വിൽക്കുന്നവർ, അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ എനിക്ക് ഒത്തിരി പോളിസി വയലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇന്ന പോളിസി വയലേഷൻ വന്നു, ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറ്റിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പോളിസി വയലേഷൻസ് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്, നിങ്ങൾ പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പരസ്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ പോളിസീസിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഫേസ്ബുക്ക് ഇന്ന രീതിയിലുള്ള വേർഡ്സേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇന്ന രീതിയിലുള്ള ഇമേജസേ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ഒത്തിരി കണ്ടീഷൻസ് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് എല്ലാം തന്നെ എന്തായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ആഡുകൾ റിജക്റ്റ് ആവും. പക്ഷേ ഇപ്പോൾ ചില സമയത്ത് നിങ്ങൾ ഒരു ആഡ് ചെയ്തു, ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നും വന്നില്ല. സെയിം ആഡ് നിങ്ങൾ രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോളിസി വയലേഷൻ വന്നിട്ടുണ്ടാവും. അങ്ങനെയും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം മാനുവലി അല്ല നടക്കുന്നത്, ഒക്കെ ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയർസ് വഴിയാണ് ഈ ചെക്കിങ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ആഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ സ്കിപ്പായി പോകും, ഇതിൻ്റെ മോണിറ്ററിങ്ങിൽ സ്കിപ്പായി പോകും. അപ്പോൾ എന്താ വെച്ചാൽ ഈ ആഡ് അപ്രൂവ് ആയിട്ട് പോകും. എന്നാൽ രണ്ടാമത് നമ്മൾ ആ സെയിം ആഡ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിൻ്റെ കയ്യിൽ കുടുങ്ങും. ആ കുടുങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് റിജക്ഷനും വരും. ഇതാണ് ഇതിൽ സംഭവിക്കുന്ന കാര്യം. അപ്പം നമ്മൾ ഇപ്പം വെയിറ്റ് ലോസ് അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ, വെയിറ്റ് ഗെയിന്, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു കുഞ്ഞു മിസ്റ്റേക്കാണ് ചിലപ്പോൾ നമ്മളെ ആഡ് റെസ്ട്രിക്റ്റ് ആവാം, ചിലപ്പോൾ നമ്മളെ അക്കൗണ്ട് തന്നെ ബ്ലോക്കായി പോവാം, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരാം. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ അലൗഡ് ആണെന്ന് നോക്കാം. ഒന്നാമതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് കാണിക്കുന്ന രീതിയിൽ ഈ രീതിയിലുള്ള ഇമേജസ് യൂസ് ചെയ്യാം. ഓടുന്ന രീതിയിലുള്ള ഇമേജസ് അല്ലെങ്കിൽ എക്സസൈസ് എടുക്കുന്ന ഇമേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ ആഡിൽ ഉൾപ്പെടുത്താം. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഇമേജസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. കാരണം കൂടുതൽ പേർക്കും ഇമേജസ് റിലേറ്റഡ് ആയിട്ടാണ് പോളിസി വയലേഷൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇമേജസ് ഞാൻ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത്. ഇമേജസ് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റും ടെക്സ്റ്റും ഒക്കെ ഇതിൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ഫുഡുകൾ കഴിക്കുന്ന ഇമേജസ്, അതായത് ഇപ്പം മിക്സഡ് വെജിറ്റബിൾസ്, മിക്സഡ് ഫ്രൂട്ട്സ്, ഇതെല്ലാം കഴിക്കുന്ന ഇമേജസ്, ഇതേപോലെ ഇമേജസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഹെൽത്തിയുള്ള ഡ്രിങ്ക്സ് കുടിക്കുന്ന, ഇപ്പം വെജിറ്റബിൾ ജ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുടിക്കുന്ന ഇമേജസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനി യൂസ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് നോക്കാം. യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ, പിമ്പിൾസൊക്കെ ഈ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ ഇത് മാറും ഗ്യാരണ്ടീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന ഇമേജസ് വെച്ചിട്ട് നമ്മൾ ഈ ആഡുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% ഷുവറാണ് നമുക്ക് പോളിസി വയലേഷൻ വരും. അതുപോലെ തന്നെ ഇതിപ്പോൾ ഹൈലൈറ്റ് ചെയ്തില്ല, നിങ്ങൾ രണ്ട് ഫേസ് ആയിട്ട് വെച്ചിട്ട് കാണിച്ചു. ഒന്നിൽ പിമ്പിൾസും അതുപോലെ ചുളിവുകളൊക്കെ ഉണ്ട്, മറ്റേ നല്ല ക്ലിയർ സ്കിൻ. ഈ ഡിഫറൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് 100% ഷുവറാണ് പോളിസി വയലേഷൻ വരും. അപ്പോൾ ഈ രീതിയിലുള്ള ഇമേജസ് നിങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളെ ഫിസിക്കൽ ബോഡി വളരെ സൂം ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഇമേജസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോളിസി വയലേഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ കൂടുതൽ ജിമ്മ് അല്ലെങ്കിൽ സ്പാ ഇങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ നമ്മളെ ബോഡി വല്ലാതെ സൂം ചെയ്തതാക്കിയിട്ടുള്ള ഇതേപോലുള്ള ഇമേജസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോളിസി വയലേഷൻസ് നമുക്ക് വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഡയറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ലോസിൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഇതേപോലെ ഇമേജസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോളിസി വയലേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ടാപ്പ് എടുത്ത് നമ്മളെ വയറിന് ചുറ്റും വെച്ചിട്ടുള്ള ഇമേജ്, ആ രീതിയിലുള്ള ഇമേജസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഒന്നുകിൽ ഇതേ രീതിയിലുള്ള ഇമേജസ്, ഇപ്പോൾ ചില ഇമേജസിലൊക്കെ കാണാം നമ്മൾ ടാപ്പ് വയറിന് ചുറ്റും വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അത് നമുക്ക് വെയിറ്റ് ലോസ് എന്നുള്ള രീതി കാണിക്കുന്ന ഇമേജസ്. അപ്പോൾ ആ രീതിയിലുള്ള ഇമേജസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പോളിസി വയലേഷൻസ് വരാം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഈ രീതിയിലുള്ള ഇമേജസ്, ഇപ്പം ഡയറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഒക്കെ കാണിക്കുന്ന ഈ രീതിയിലുള്ള ഇമേജസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പോളിസി വയലേഷൻസ് വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കമ്പാരിസൺ, ഈ ഇപ്പം രണ്ട്
ഒരു തടിച്ച ആളെയും ഒരു മെലിഞ്ഞ ആളെയും വെച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ഒരു പോസ്റ്റ് ഇട്ടു, അല്ലെങ്കിൽ ഇപ്പം അത് ഒന്നുകിൽ കാർട്ടൂൺ ആവാം അല്ലെങ്കിൽ റിയൽ ആൾക്കാരായിരിക്കാം, ആ ഒരു ഡിഫറൻസ് കാണിച്ചുകൊണ്ടുള്ള തടിച്ചിട്ട് മെലിഞ്ഞിട്ട് എന്നുള്ള രീതിയിൽ ഒരു ഡിഫറൻസ് കാണിച്ചുകൊണ്ടുള്ള ഇമേജസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പോളിസി വയലേഷൻസ് വരും അവിടെ. ആ രീതിയിൽ കാണിക്കാൻ നമ്മൾ പാടില്ല. ഈ ഒരു ഡിഫറൻസ് കാണിക്കുന്ന രീതിയിലുള്ള ഇമേജസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ അഡ്വർടൈസിങ്ങിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പെയ്ഡ് പ്രൊമോഷൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോളിസി വയലേഷൻസ് വരും. പിന്നെ അതുപോലെ തന്നെ ഈ കളർ ടോൺ ചേഞ്ച് ആവുന്ന ഇപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു മെഡിസിൻ സപ്ലിമെൻറ്റ്സ് അങ്ങനെയുള്ള എന്ത് സാധനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓയിൽമെൻറ്റ്സ്, ഇപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഇതേപോലെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവും അല്ലെങ്കിൽ ആ ഡിഫറൻസ് കാണിച്ചുകൊണ്ടുള്ള ഇമേജസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഷുവറാണ് നിങ്ങൾക്ക് പോളിസി വയലേഷൻ വരും. ഇത്രയും മാത്രമല്ല, ഇതിന് പുറമെ ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു ഡെൻ്റൽ ഡോക്ടർ അയച്ചെന്നുണ്ടായിരുന്നു. പുള്ളി ചെയ്തൊരു പരസ്യം ഇതേപോലെ പോളിസി വയലേഷൻ വന്നത്. അതെന്ന് വെച്ചാൽ ഈ നിരതെറ്റിയ പല്ല്, അതുപോലെ മോണയിലുള്ള അങ്ങനെ നമുക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ഇമേജസ് ഉണ്ടല്ലോ. ഇപ്പം ഒരുപാട് മോണയിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള, അല്ലെങ്കിൽ മോണയിൽ നിന്ന് രക്തം വരുന്ന ഇഷ്യൂസ് നിങ്ങൾക്ക് മാറ്റിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇമേജ് വെച്ചിട്ടുള്ള, അങ്ങനത്തെ സെൻസിറ്റീവായിട്ടുള്ള ഇമേജസ് വെച്ചിട്ടുള്ള നമ്മൾ ഇമേജസ് വെച്ചിട്ട് പരസ്യം ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ പോളിസി വയലേഷൻസ് വരും. അപ്പം ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന പോളിസി വെച്ചത്. കാരണം കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന ഈ വെയിറ്റ് ഗെയിൻ, വെയിറ്റ് ലോസ്, അതുപോലെ മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ ഡെൻറ്റൽ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ആൾക്കാരും പരസ്യം ചെയ്യുന്നതും കൂടുതൽ പോളിസി വയലേഷൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സാധനങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതുപോലെ ടെക്സ്റ്റുകളും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇടുന്ന കണ്ടൻറ്റുകൾ, ആഡ് കോപ്പി ആയിട്ട് ഇടുന്ന കണ്ടൻറ്റുകൾ, അതുപോലെ തന്നെ നമ്മൾ ആ ഇമേജിൽ കൊടുക്കുന്ന കണ്ടൻറ്റുകൾ, ഇതും നമ്മൾ പോളിസി വയലേഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് ലേൺ വിത്ത് പ്രസാദ് അക്കാദമി എന്നുള്ള എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കാണുന്ന 7994277666 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.